يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. നമസ്കാരങ്ങളും സ്വതക്കകളും നോമ്പുകളും ഹജ്ജും ഉംറകളുമായി പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിലെത്തിയിട്ടും അതൊന്നും പരലോകത്ത് ഉപകാരപ്പെടാത്ത സാഹചര്യം എത്ര ഭയാനകരമാണ്. ദുനിയാവിൻ്റെ ആസ്വാദങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ച് പരലോകത്തിനു വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചു, അധ്വാനിച്ചു, സമ്പത്ത് ചെലവഴിച്ചു. പക്ഷെ പരലോകത്തെത്തിയിട്ട് നമുക്കത് കാണാൻ സാധിക്കാതെ വരിക എന്ന് പറയുന്നത് മഹാനായ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതുമായ കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. നോമ്പും സക്കാത്തും സൗമും രാത്രി നമസ്കാരങ്ങളും എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിനെയെല്ലാം സുരക്ഷിതമായി പരലോകത്ത് നിനക്ക് നേടിത്തരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെ. അദ്ദേഹം പറഞ്ഞു, അതേ പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുഫ അലൈക ഹാദാ, ഈ നാവിനെ നീ നിയന്ത്രിക്കുക. അപ്പോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, പ്രവാചകരെ, നമ്മുടെ നാവുകൾ പ്രവർത്തിക്കുന്നത് നിമിത്തം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പിടിക്കപ്പെടുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ പരലോകത്ത് നരകത്തിൽ മുഖം കുത്തി വീഴുന്നത് അവൻ്റെ നാവിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നു. ഇതൊക്കെ നഷ്ടപ്പെടുത്താൻ നാവെന്ന നമ്മുടെ ചെറിയ അവയവം മാത്രം മതി. നമ്മുടെ രാത്രി നമസ്കാരങ്ങളെ അത് ഇല്ലാതാക്കി കളയും. നമ്മുടെ സൽക്കർമ്മങ്ങളൊന്നും പരലോകത്ത് ഉപകാരപ്പെടാത്തൊരു സാഹചര്യത്തിലേക്ക് അത് എത്തിക്കും. മാത്രമല്ല, പരലോകത്തെത്തുമ്പോൾ പലപ്പോഴും നമ്മൾ പിണങ്ങി നിന്ന, നമുക്ക് ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് പോലും പരലോകത്ത് നമ്മുടെ നന്മകൾ വീതിച്ചു കൊടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ പാപ്പരായ മനുഷ്യനാരാണെന്ന് അറിയുമോ? സഹാബാക്കൾ പറഞ്ഞു, പ്രവാചകരെ, നമ്മുടെ കൂട്ടത്തിൽ പാപ്പരെന്ന് പറയുന്നത് ദീനാറുകളും ദിർഹമുകളും ഇല്ലാത്ത മനുഷ്യരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിലെ പാപ്പരെന്ന് പറയുന്നത് പരലോകത്ത് സ്വതക്കകളും നമസ്കാരങ്ങളും സക്കാത്തുമായി പരലോകത്തിലെത്തുകയും എന്നിട്ട് ആ മനുഷ്യൻ പല മനുഷ്യരെയും അപമാനിച്ചതിൻ്റെ പേരിൽ, അതേപോലെ തന്നെ അവരെ കുറ്റപ്പെടുത്തിയതിൻ്റെ പേരിൽ, ശകാരിച്ചതിൻ്റെ പേരിൽ, മറ്റുള്ളവരുടെ രക്തം ചീന്തിയതിൻ്റെ പേരിൽ, മറ്റുള്ളവരുടെ സ്വത്തന്യായമായി ഭക്ഷിച്ചതിൻ്റെ പേരിൽ അവൻ്റെ സൽക്കർമ്മങ്ങളൊക്കെ അവർക്കെല്ലാം വീതിച്ചു കൊടുക്കും. അപമാനിച്ച ആളുകൾ, കുത്തുവാക്ക് പറഞ്ഞ ആളുകൾ, മറ്റുള്ളവരെ നാവ് കൊണ്ട് വേദനിപ്പിച്ച ആളുകൾ, അവർക്കെല്ലാം തങ്ങളുടെ സൽക്കർമ്മങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ദുനിയാവിൽ വളരെ പ്രയാസപ്പെട്ട് നേടിയെടുത്ത സൽക്കർമ്മങ്ങൾ അതെല്ലാം പരലോകത്ത് ഓരോരുത്തർക്കായി നമ്മൾ വീതിച്ചു കൊടുക്കും. പ്രവാചകനെന്ന് പിന്നെ വീതിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇനി സൽക്കർമ്മങ്ങൾ കഴിഞ്ഞാലോ, അവൻ്റെ ഈ ആക്രമിക്കപ്പെട്ട ആളുകളുടെ തെറ്റുകുറ്റങ്ങൾ ഈ മനുഷ്യൻ്റെ പിരടിയിൽ ചുമത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നാവ് കൊണ്ട് നമ്മൾ വരുത്തി വെക്കുന്ന ഓരോ വിനാശങ്ങളും അത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. നാവെന്ന ഈ ചെറിയ അവയവത്തെ നമ്മൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ, നന്നായി നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ വലിയ വിനാശങ്ങൾ അത് വരുത്തി വെക്കും. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു മനുഷ്യൻ ഒരു ഗൗരവം കാണാതെ പറയുന്ന ചില വാക്കുകൾ അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന, അള്ളാഹുവിൻ്റെ കോപം കരസ്ഥമാക്കുന്ന ചില വാക്കുകൾ അവൻ വളരെ നിസാരമായി കണ്ടിട്ടുണ്ടാകും. അതൊന്നും ഒരു വലിയ ഗൗരവത്തിൽ തന്നെ ആ മനുഷ്യൻ നോക്കിക്കണ്ടിട്ടുണ്ടാകില്ല. പക്ഷേ അതിലൂടെ ആ മനുഷ്യൻ നരകത്തിൻ്റെ ആഴിയിൽ ആവതിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ വളരെ ലാഘവത്തോടുകൂടി സംസാരത്തിൽ കടന്നു വരുന്ന പദപ്രയോഗങ്ങളും
അതേപോലെ തന്നെ സംസാരത്തിൽ ശ്രദ്ധയില്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും വാചകങ്ങളും സംസാരങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഗൗരവത്തിൽ അള്ളാഹു അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ ഉപകാരപ്പെടാതെ നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഏറ്റവും കൂടുതൽ മനുഷ്യരെ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ നാവും അവൻ്റെ ഗുഹ്യ അവയവവുമാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്ന്. സഹോദരന്മാരെ, പലപ്പോഴും ഇബാദത്തുകളിലുമൊക്കെ സജീവമാകുന്ന ആളുകൾ പോലും അവരെല്ലാവരും പെട്ടുപോകുന്ന രണ്ട് സന്ദർഭങ്ങളാണ് തൻ്റെ ലൈംഗിക വിശുദ്ധിയും അതേപോലെ തന്നെ നാവും എന്ന് പറയുന്നത്. സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും സ്വതക്കകളും സക്കാത്തുകളും എല്ലാം ഉണ്ടാകും. അതേപോലെ തന്നെ ദഅവ പ്രവർത്തനങ്ങളിലൊക്കെ മുൻപന്തിയിലുണ്ടാകും. നന്മകളുടെ സന്ദർഭങ്ങളിലെല്ലാം മുമ്പിൽ നിൽക്കുകയും അതൊക്കെ ഉപയോഗപ്പെടുത്തുകയും രാത്രി നമസ്കാരങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും എല്ലാം ഉണ്ടാകും. പക്ഷെ പലപ്പോഴും പെട്ടുപോകുന്നത് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ്. നാലാൾ കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്ത്, മറ്റാളുകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ പലപ്പോഴും അവിടെ നമ്മൾ പെട്ടുപോകുന്ന സാഹചര്യമുണ്ടാകും. അതേപോലെ തന്നെ രഹസ്യ ജീവിതങ്ങളിൽ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നിടത്തും പലപ്പോഴും അത്തരം ആളുകൾ പെട്ടുപോകും. സഹോദരങ്ങളെ, നരകത്തിലേക്കൊരു മനുഷ്യനെ പ്രവേശിപ്പിക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായ രണ്ട് കാരണങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാര്യങ്ങളാണ് ഈ നാവും അവൻ്റെ ഗുഹ്യ അവയവവും. അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ആ നാവിനെ ചങ്ങലകൾ കൊണ്ട് പൂട്ടിടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മറ്റുള്ളവരെ കുത്തുവാക്ക് പറയുന്നിടത്ത്, മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നിടത്ത്, മറ്റുള്ളവരുടെ അഭാവത്തിൽ അവരെ കുറിച്ച് ദുഷിച്ചത് പറയുന്നിടത്ത്, നാവുകൊണ്ട് കളവ് പറയുന്നിടത്ത്, നാവുകൊണ്ട് അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്നിടത്ത്, ആളുകൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിൽ വേളകളിൽ അസഭ്യം പറയുന്നിടത്ത്, മറ്റുള്ളവരെ പരിഹസിക്കുന്നിടത്തും ഇകഴ്ത്തുന്നിടത്തും മറ്റുള്ളവരെ ചെറുതായി കാണുന്നിടത്തും ഒക്കെ നമ്മളുടെ വാക്കുകളിലൂടെ വരുന്ന നാവുകളിലൂടെ വരുന്ന വാചകങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. അള്ളാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ, വിശ്വാസികളെ, നിങ്ങൾ ഊഹത്തിൽ നിന്നും മിക്കതും വെടിയുക. തീർച്ചയായും ചില ഊഹങ്ങൾ അത് കുറ്റകരമാകുന്നു. വലാ തജസ്സസു, നിങ്ങൾ പരസ്പരം ചാരവൃത്തി നടത്തരുത്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ഉപദേശിക്കുകയാണ്. വലാ യഗ്തബ് ബഅ്ലുകും ബഅ്ള, നിങ്ങൾ പരസ്പരം, നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ കുറിച്ച് അവരുടെ അഭാവത്തിൽ നിങ്ങൾ ദുഷിച്ചത് പറയരുത്. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമൂഹു, നിങ്ങളുടെ സഹോദരൻ, മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ മാംസം ഭക്ഷിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം കഴിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫകരിഹ്തുമൂഹു, നിങ്ങളത് വെറുക്കുന്നു. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, പലപ്പോഴും നമ്മുടെ സംസാരങ്ങളിൽ അധികവും കടന്നു വരാറുള്ളത് നമ്മുടെ അടുത്തില്ലാത്ത, നമ്മുടെ അഭാവത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളുടെ കുറ്റങ്ങളും കുറവുകളുമായിരിക്കും. എന്ത് വർത്തമാനങ്ങൾ പറഞ്ഞാലും ആ സംസാരങ്ങളൊക്കെ ഇടയിൽ അടുത്തില്ലാത്ത സഹോദരൻ്റെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ആളുകളുടെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽപ്പെട്ട ആരുടെയെങ്കിലും, അല്ലെങ്കിൽ ആദർശപരമായി നമ്മൾ കണ്ടുമുട്ടിയ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ പേരിൽ നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മുടെ ആദർശ സുഹൃത്തുക്കളുടെ വിഷയങ്ങളിൽ പലപ്പോഴും നമ്മളറിയാതെ അവരെക്കുറിച്ചുള്ള ദുഷിച്ച വർത്തമാനങ്ങൾ, അവരെക്കുറിച്ചുള്ള മോശപ്പെട്ട വർത്തമാനങ്ങൾ, അവരുടെ കുറ്റങ്ങളും കുറവുകളുമെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ വാചാലമാകുന്ന സാഹചര്യം. സഹോദരങ്ങളെ, അവർ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ മാംസം
ഭക്ഷിക്കുന്നതിന് തുല്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഗീബത്തുകളെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്ത് വിഷയങ്ങളുമാകട്ടെ, എന്ത് പ്രശ്നങ്ങളുമാകട്ടെ, കുടുംബക്കാരുണ്ടായ വിഷയങ്ങളിൽ നമ്മൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാകും. നമ്മൾ അവരിലൂടെ നമുക്ക് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. പക്ഷേ അത്തരം ആളുകൾ നമ്മളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പേരിൽ നമ്മുടെ നന്മകളൊക്കെ അവർക്ക് വീതിച്ചു കൊടുക്കുന്ന, അവർ ചെയ്ത തിന്മകൾ, നമ്മുടെ നന്മകൾ നമ്മൾ അവർക്ക് കൊടുത്തത് മായ്ച്ചു കളഞ്ഞ് കൂടുതലായി അവർക്ക് നന്മകൾ നമ്മൾ നേടിക്കൊടുക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും അത്തരം വിഷയങ്ങളിൽ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് ഏത് കാരണമുണ്ടായാലും, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ നന്മകൾ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്ന രൂപത്തിൽ, മറ്റുള്ളവരെ കുറിച്ച് ദുഷിച്ചത് ആരുടെ മുമ്പിലും പേരെടുത്തു പറഞ്ഞുകൊണ്ടും സൂചനകൾ നൽകിക്കൊണ്ടും അല്ലാതെയുമൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ആരെക്കുറിച്ചതുമുള്ള ദുഷിച്ച വർത്തമാനങ്ങൾ, അവർക്ക് പ്രയാസപ്പെടുത്തുന്ന, അവരുടെ ജീവിതത്തിൽ അവർക്ക് അറിഞ്ഞാൽ വേദനയുണ്ടാക്കുന്ന ഒരു വർത്തമാനങ്ങളും നമ്മൾ പറയാതിരിക്കുക. അത് അവരുടെ ജീവിതത്തിലുള്ള കാര്യമാണെങ്കിൽ പോലും, അത് സംഭവിച്ചതാണെങ്കിലും, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളോ കുറവുകളോ എന്തുമാകട്ടെ, ഇനി ഇല്ലാത്ത കാര്യമാണെങ്കിലോ അത് അവരുടെ പേരുള്ള ആരോപണമാണ്, കള്ളം കെട്ടിച്ചമയ്ക്കലാണ്. അത് അതിനേക്കാളും ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിഷയത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാകണം. പലപ്പോഴും നാലാൾ കൂടുമ്പോൾ, കുടുംബക്കാരൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ, വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ, അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആ വേദികളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരിക്കേണ്ട വേദികളെ, അതേപോലെ തന്നെ നല്ലത് പറയേണ്ട വേദികളെ നമ്മൾ ഹറാമിൻ്റെ വേദികളാക്കി മാറ്റുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അതുകൊണ്ട് ആരെക്കുറിച്ചും, പണ്ഡിതന്മാരെക്കുറിച്ചാണെങ്കിലും സാധാരണക്കാരെക്കുറിച്ചാണെങ്കിലും കുടുംബക്കാരെക്കുറിച്ചാണെങ്കിലും സുഹൃത്തുക്കളെക്കുറിച്ചാണെങ്കിലും വർത്തമാനം പറയുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ വർത്തമാനങ്ങളിൽ മറ്റൊരു മനുഷ്യനെക്കുറിച്ച് ദുഷിച്ചത് പറയുന്നത് വരുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നത്തെ ദിവസത്തിലെ നമ്മുടെ വർത്തമാനങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. അതിലെത്ര ആളുകളെക്കുറിച്ച് പരാമർശങ്ങൾ വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് അത് നമ്മളറിയാതെ നമ്മുടെ വർത്തമാനങ്ങളിൽ കടന്നു വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് വർത്തമാനം പറയുമ്പോൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. ആളുകളുടെ അഭാവത്തിൽ പറയുക എന്നത് മാത്രമല്ല, പലപ്പോഴും എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ, ഒരു സദസ്സിലിരിക്കുമ്പോൾ പോലും മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ടും ഇകഴ്ത്തിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടുമൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അനിയന്ത്രിതമായി മറ്റുള്ളവരെ കുറിച്ച് പ്രയാസപ്പെടുത്തുന്ന, വിഷമിക്കുന്ന കോലത്തിലുള്ള വർത്തമാനങ്ങൾ നമ്മൾ പറയാറുണ്ട്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖറു ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. വിശ്വാസികളെ, നിങ്ങളിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അവരെ ഇകഴ്ത്താൻ പാടില്ല. അവർ ഒരുപക്ഷെ, നിങ്ങൾ ഇകഴ്ത്തുന്ന ആളുകൾ ഒരുപക്ഷെ നിങ്ങളെക്കാളും ഖൈറായ ഉത്തമന്മാരായ ആളുകളായിരിക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ പരിഹസിക്കുന്ന, നിങ്ങൾ ഇകഴ്ത്തുന്ന, നിങ്ങൾ അപമാനിക്കുന്ന ആളുകൾ അവർ ചിലപ്പോൾ നിങ്ങളെക്കാളും ഉത്തമന്മാരായിരിക്കും. വലാ നിസാഉം മിൻ നിസാഇൻ. ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ അവർ ഇകഴ്ത്തി പറയാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. ആ സ്ത്രീകൾ, പരിഹസിക്കുന്ന സ്ത്രീകൾ, പരിഹസിക്കപ്പെടുന്ന സ്ത്രീകളെക്കാളും അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ഉത്തമന്മാരായിരിക്കും. അതുകൊണ്ട് മറ്റാരെയും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിഹസിക്കരുത്, ആക്ഷേപിക്കരുത്, ഇകഴ്ത്തി സംസാരിക്കരുത്. അതൊരു സദസ്സിലിരിക്കുമ്പോഴാണെങ്കിലും അല്ലാത്ത സന്ദർഭങ്ങളിലാണെങ്കിലും ആരെയൊക്കെ വിളിച്ചുകൊണ്ട് ആരെങ്കിലും അത് നാവുകളിലൂടെ, വർത്തമാനങ്ങളിലൂടെ, ആംഗ്യങ്ങളിലൂടെ ഒരു രൂപത്തിലും മറ്റുള്ളവരെ ഇകഴ്ത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് അള്ളാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, വലാ തൽമിസൂ അൻഫുസക്കും. നമ്മൾ കുത്തുവാക്കുകൾ പറയരുത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്കുകൾ പറയരുത്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ആക്ഷേപിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, കുറ്റങ്ങൾ പറയുമ്പോൾ പേരെടുത്ത് പറയുന്നുണ്ടാവില്ല, നേർക്ക് നേരെ പറയുന്നുണ്ടാവില്ല. സദസ്സിലുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ, ഇന്നയാളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന രൂപത്തിൽ പലപ്പോഴും നമ്മൾ കുത്തി സംസാരിക്കും. കേൾക്കുന്ന ആൾക്ക് മനസ്സിൽ വേദന ഉണ്ടാകും, വല്ലാത്ത കുത്തനുഭവിക്കുന്നുണ്ടാവും. അതൊക്കെ പരലോകത്ത് നമ്മുടെ സൽക്കർമ്മങ്ങൾ അവർക്ക് വീതിച്ചു കൊടുക്കാൻ കാരണമായി തീരും. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം
വലാ തൽമിസു അൻഫുസക്കും, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വലാ തനാബസു ബിൽ അൽഖാബ്, പരസ്പരം മോശപ്പെട്ട പേരുകൾ കൊണ്ട് നിങ്ങൾ വിളിക്കരുത് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ബിഇസ്ൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, സത്യവിശ്വാസം കൈകൊണ്ടതിന് ശേഷം അധർമ്മികമായ പേര് വിളിക്കുക എന്നുള്ളത് എത്ര ചീത്തയാണ് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. സത്യവിശ്വാസികളായി ഈമാനുള്ളവരായി മാറിയതിനു ശേഷം, മുഅ്മിനീങ്ങളായതിനു ശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മോശപ്പെട്ട പേര് വിളിക്കുക എന്നുള്ളത് വളരെ ചീത്തയായ കാര്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, ആരാണോ പശ്ചാത്താപിച്ച് ഖേദിച്ച് മടങ്ങാത്തത് അവർ വലിയ അക്രമികളാണെന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പശ്ചാത്താപിച്ച് ഖേദിച്ച് ചെയ്തു പോയ തിന്മകൾ അതൊക്കെ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. മാത്രമല്ല ആളുകളോട് ചെയ്ത കുറ്റങ്ങൾ നമ്മൾ പരലോകത്ത് ദീനാറുകളും ദിർഹമുകളും ഉപകാരപ്പെടാത്ത ഒരു കാലഘട്ടത്തിനു മുമ്പ് അത് പൊരുത്തപ്പെടിയിപ്പിച്ചു. പരസ്പരം ചെയ്തു പോയ അക്രമങ്ങൾ അത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ നമ്മൾ പറഞ്ഞ് പൊരുത്തപ്പെടിയിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾ ആളുകളോട് പറഞ്ഞത് ക്ഷമ ചോദിച്ച് പൊരുത്തപ്പെടിയിപ്പിക്കണം എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അക്രമം ചെയ്യപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാകണം. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ തന്നോട് അക്രമം ചെയ്ത, തന്നെ പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് അവരോട് ഏതൊരു വിദ്വേഷവുമില്ലാതെ അതെല്ലാം പുറത്തു കൊടുത്ത് രാത്രിയിൽ കിടന്നുറങ്ങിയ സ്വഹാബിയെ കാണിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ മനുഷ്യൻ സ്വർഗത്തിലാണ് എന്നാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരോടൊരു വിദ്വേഷവുമില്ല. അവർ ചെയ്ത അക്രമങ്ങളിലോ അവർ ചെയ്ത പ്രയാസങ്ങളിലോ എല്ലാം വിട്ടുവീഴ്ച ചെയ്തു, പുറത്തു കൊടുത്തു. ആ നിലക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് പരലോകത്തേക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ പുറത്തു കൊടുക്കാൻ നമ്മൾ സന്നദ്ധമായാൽ ആ കാരണം കൊണ്ട് അല്ലാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് വലിയ പ്രതിഫലങ്ങൾ കിട്ടുകയും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായി തീരുകയും ചെയ്യുമെന്നതാണ് ആ സ്വഹാബി, ജീവിച്ചിരിക്കുന്ന സ്വഹാബി, അദ്ദേഹത്തെ നോക്കിയിട്ട് അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ നിലക്ക് നാവിനെ വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നാവിനെ മോശമായ കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, ആ നാവിനെ നമ്മൾ കെട്ടിയിടുകയും അത് ഉപയോഗിക്കുന്ന സമയത്തിൽ നമ്മൾ നന്നായി ആലോചിക്കുകയും ചെയ്യുക. മഹാനായ ഇമാം നവവി റഹിമഹുള്ള പറയുകയാണ്, സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ പല സദസ്സുകളിൽ നമുക്ക് സംസാരിക്കേണ്ടി വരും. സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ആ സംസാരിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നീ ഒന്ന് ചിന്തിക്കുക. ആ സംസാരം കൊണ്ട് ആ സദസ്സിൽ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും ഖൈറുണ്ട് എന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം നീ അവിടെ സംസാരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അത് നിനക്ക് ഖൈറേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് ഇമാം നവവി റഹിമഹുള്ള പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ നിലക്ക് നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിനെ സൂക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.